നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹൂദ നേതാക്കൾ യേശുവിനെതിരാകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത്, ഒരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലി കെട്ടി ചക്കും കുഴിച്ചു നാട്ടി ഗോപുരവും പണിതു കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. കാലം ആയപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവൻ ഒരു ദാസനെ കുടിയാന്മാരുടെ അടുക്കൽ പറഞ്ഞയച്ചു. അവർ അവനെ പിടിച്ച് തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. പിന്നെ മറ്റൊരു ദാസനെ അവൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു. അവനെ അവർ തലയിൽ മുറിവ് ഏൽപ്പിക്കുകയും അവമാനിക്കുകയും ചെയ്തു. അവൻ മറ്റൊരുവനെ പറഞ്ഞയച്ചു. അവനെ അവർ കൊന്നു. മറ്റു പലരെയും ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവന് ഇനി ഒരുത്തൻ, ഒരു പ്രിയമകൻ ഉണ്ടായിരുന്നു, എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് ഒടുക്കം അവനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു. ആ കുടിയാന്മാരോ, ഇവൻ അവകാശി, വരുവീൻ, നാം ഇവനെ കൊല്ലുക, എന്നാൽ അവകാശം നമുക്കാകും എന്ന് തമ്മിൽ പറഞ്ഞു. അവർ അവനെ പിടിച്ച് കൊന്നു തോട്ടത്തിൻ്റെ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. ഉടയവൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഈ ഉപമ നിങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരം നിമിത്തം അവനെ വിട്ടുപോയി. നമ്മുടെ കർത്താവ് ചാട്ടവാറെടുത്ത് യെരുശലേം ദേവാലയം ശുദ്ധീകരിച്ചു. പഴയ നിയമത്തിൽ അതിന് വാക്യമുണ്ട്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളഞ്ഞു എന്നാണത്. യേശു ചാട്ടവാറെടുത്ത് ആടുകളെയും പ്രാക്കളെയും വിൽക്കുന്നവരെ, അല്ലെങ്കിൽ നാണ്യപീഠക്കാരെ, പൊൻവാണിഭക്കാരെയൊക്കെ അവിടുന്ന് ഓടിച്ചത് യേശു ദൈവമാണ്, യെരുശലേം ദേവാലയത്തിന് ഉടമസ്ഥൻ യേശുവാണെന്ന് തെളിയിക്കാനായിരുന്നു. ഇത് അറിഞ്ഞ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും വന്ന്, നീ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു. പക്ഷേ യേശുവിൻ്റെ ചോദ്യത്തെങ്കിൽ അവർ ഉത്തരം മുട്ടി. അവർ വിഷണ്ണരായി നിൽക്കുന്ന സമയത്ത് യേശു ഒരു ഉപമ പറയുക. യേശു പറഞ്ഞ ഉപമ, ഒരു കുലീനനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. അവനൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി വേലി കെട്ടി ചക്കൊക്കെ കുഴിച്ചിട്ടു കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പോയി. വിളവ് എടുക്കേണ്ട സമയമായപ്പോൾ അവനൊരു ദാസനെ പറഞ്ഞയച്ചു. പക്ഷേ ആ ദാസനെ അവർ അവമാനിച്ചു. വേറൊരു ദാസനെ അയച്ചു, അവനെ കൊന്നുകളഞ്ഞു. മറ്റൊരു ദാസനെ അയച്ചു, അവനോടും അങ്ങനെ ചെയ്തു. അപ്പോൾ യജമാനൻ, ആ കുലീനായ മനുഷ്യൻ പറയുകയാണ്, ആ മുന്തിരിത്തോട്ടത്തിന് ഉടയവൻ പറയുകയാണ്, ഞാൻ എൻ്റെ മകനെ അയക്കും, അവനെ അവർ ശങ്കിക്കും. മകനെ അയച്ചു. മകനെ ദൂരത്തുനിന്ന് കണ്ടിട്ട്, ഇവൻ അവകാശി, ഇവനെ കൊല്ലുക, എങ്കിൽ നമുക്ക് അവകാശം കിട്ടും എന്ന് പറഞ്ഞ് അവനെ കൊന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. യജമാനൻ എന്ത് ചെയ്യും? ഈ മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ വന്ന് ഈ കുടിയാന്മാരെ നിഗ്രഹിക്കും, അല്ലെങ്കിൽ ഉപദ്രവിക്കും. എന്നിട്ട് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും. തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന ആളെ ഏൽപ്പിക്കും. ഒരു വാക്യവും കൂടെ യേശു പറഞ്ഞു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകും. ഇത് തങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് ഈ യഹൂദ നേതാക്കന്മാർക്ക് മനസ്സിലായി. അവർ യേശുവിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ജനത്തെ ഭയപ്പെട്ട് അവർ പിൻവാങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതാണ് സംഭവിച്ചത്. യേശു സ്വന്തത്തിലേക്ക്, യഹൂദന്മാരുടെ മധ്യത്തിലേക്ക് വന്നു. അവർ താൻ ദൈവത്തിന് ഫലം കൊടുക്കും, അവർ മാനസാന്തരപ്പെടും, അവർ ദൈവവഴിയിലേക്ക് വരും, അവർ യേശുവിനെ സ്നേഹിക്കും, അനുസരിക്കും എന്നൊക്കെ യേശു വിചാരിച്ചു. പക്ഷെ അവര് യേശുവിൻ്റെ പ്രവാചകന്മാരെ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഒന്നൊന്നായിട്ട് കൊന്നു. യേശു അങ്ങനെ പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ,
തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയും കിഴി ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു. പക്ഷേ നിങ്ങൾ പ്രവാചകന്മാരെ കൊല്ലുകയും നിങ്ങളുടെ അടുക്കൽ അയച്ചവരെ കല്ലെറുകയും ചെയ്തു എന്ന് യേശു പറഞ്ഞു. എന്നാൽ അവസാനം തൻ്റെ പുത്രനെ യേശുവിനെ അയക്കുകയാണ്. പ്രവാചകന്മാരോട് ചെയ്തതുപോലെ തന്നെ യേശുവിനോടും യഹൂദന്മാർ ചെയ്തു. യേശു ചോദിക്കുന്നത്, ഇനിയും യജമാനൻ ചെയ്യും. തീർച്ചയായിട്ടും അവരെ ഗ്രഹിച്ചിട്ട് തക്ക സമയത്ത് ഫലം കൊടുക്കുന്ന ആളുകളെ ഏൽപ്പിക്കും. വീട് പണിയുന്നോ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. യഹൂദന്മാരെ രക്ഷിക്കാൻ പരമാവധി ദൈവം ശ്രമിച്ചു. പക്ഷേ അവരടുക്കാത്ത കാരണത്താൽ അവരെ തള്ളിക്കളഞ്ഞിട്ട് പുറജാതികളെ സ്വീകരിക്കും എന്നാണ് യേശു പറഞ്ഞതിൻ്റെ താല്പര്യം. ശരിയാണ്. ഇന്ന് സുവിശേഷം കേട്ട് യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകളുടെ ജാതിയോ ഭാഷയോ വർഗമോ വർണ്ണമോ നോക്കാതെ ഒറ്റ കാര്യം, യേശുവിനെ അവർ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ള ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ യേശു രക്ഷിക്കുകയാണ്. ദൈവം അവരെ രക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർ ന്യായപ്രമാണം ലഭിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനം, അവർക്ക് യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. നമ്മൾ കൊരിന്ത്യർ വായിക്കുന്നുണ്ട്, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ യേശുവിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ പാവപ്പെട്ടവരായ നമുക്ക് യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. യേശുവിൻ്റെ ദൈവത്വം തിരിച്ചറിയാൻ സാധിച്ചല്ലോ. യേശുവിനെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായല്ലോ. നമുക്ക് യേശുവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വചനങ്ങൾ പ്രമാണിക്കുകയും ചെയ്യാം. യേശുവിനെ ദൈവമായിട്ട് ബഹുമാനിച്ച് നമുക്ക് ആരാധിക്കാം. ദൈവം അതിനാൽ നമ്മിൽ പ്രസാദിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.